അതിന് BJP ഇപ്പം വീണ്ടും കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന് പ്രതീക്ഷിക്കുന്നു. കോൺഗ്രസ്സാണ് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ആഭ്യന്തരമന്ത്രിയാവാനും സാധ്യതയുള്ളൂ. ആഭ്യന്തരമന്ത്രിയാവും, അത്രയും വലിയ പവറുള്ള ആളാണ്. കേരളത്തിൽ നിന്നുള്ള ഭൂരിപക്ഷം BJP കാൻഡിഡേറ്റും ഇവിടെ നിന്ന് ജയിച്ചു പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഈ നിമിഷം 2 തരം പൗരന്മാരെ ഉണ്ടാക്കി തെക്കേട്ട ആശുപത്രി പ്രസവിക്കുന്ന SUT പ്രസവിക്കുന്നു. അതുകൊണ്ട് പണമുണ്ടോ, പാർലമെൻ്റ് ഉണ്ടോ, പണമില്ലേ, ഒന്നുമില്ല. അതുകൊണ്ട് പണാധിപത്യമാണ് മുന്നിലുള്ളത്, അത് വെറുതെ അല്ല. പിന്നെ ഇവിടെ 15 രവീന്ദ്രൻ ജയിക്കുമെന്ന് എനിക്ക് പറയാൻ ഒക്കില്ല. തരൂർ ജയിക്കുമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം. തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലം ആരെ സ്വീകരിക്കും? വോട്ടർമാർ സംയുക്തമായി പ്രതികരിക്കുന്നു. ആറ്റിങ്ങൽ നിയോജക മണ്ഡലമാണ് താങ്കളുടെ മണ്ഡലം. നിലവിലിവിടെ അടൂർ പ്രകാശ് സിറ്റിംഗ് MP ആണ്. ഇപ്പോൾ 3 മുന്നണികളിലെ സ്ഥാനാർത്ഥികൾ മത്സരിക്കും. ത്രികോണ മത്സരമാണ് ഫലത്തിൽ. ഒരു കേന്ദ്രമന്ത്രി മത്സരിക്കുന്ന മണ്ഡലം കൂടിയാണ്. എങ്ങനെ കാണുന്നു ഈ തിരഞ്ഞെടുപ്പിനെ? അതും ത്രികോണ മത്സരം തന്നെയാണ്. 3 പേരും മികച്ച സ്ഥാനാർത്ഥിമാരുമാണ്. മുരളീധരൻ ജയിക്കണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ ആഗ്രഹം. എന്താണ് അതിന് കാര്യം? അതിന് BJP ഇപ്പം വീണ്ടും കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം തീർച്ചയായിട്ടും അദ്ദേഹം ജയിച്ചു കഴിഞ്ഞാൽ കേന്ദ്രമന്ത്രിയാവും. തലസ്ഥാനത്ത് 2 മന്ത്രിമാരാവും. അങ്ങനെയാണ്. തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന രാജീവ് ചന്ദ്രശേഖരം ജയിച്ചാൽ മന്ത്രി എന്നുള്ള രീതിയിലാണ് പ്രചരണം. അപ്പം അങ്ങനെ വരുമ്പോൾ തലസ്ഥാനത്ത് 2 കേന്ദ്രമന്ത്രിയാവുന്ന സാധ്യതയുണ്ട്. പിന്നെ ഒരു 3 സീറ്റുകൾ ഇവിടെ കിട്ടണമെന്നാണ് നമ്മളെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിലവിലെ സിറ്റിംഗ് MP ആയിട്ടുള്ള അടൂർ പ്രകാശ് കഴിഞ്ഞ 5 വർഷക്കാലം CPM-ൽ നിന്ന് പിടിച്ചെടുത്ത ഒരു MP-യാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ എങ്ങനെ കാണുന്നു? ഒരു ആവറേജാണ്. സജീവമായി നിൽക്കുന്നുവെന്ന് പറയാൻ കഴിയുമോ? ഇല്ല. പിന്നെ ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യം മോശമില്ലാത്തൊരു സ്ഥാനാർത്ഥിയാണ്. നിലവിൽ സ്ഥാനാർത്ഥികളെല്ലാം ബെറ്റർ ദാൻ മുരളീധരൻ വരണമെന്ന് ആഗ്രഹിക്കുന്നു. തിരുവനന്തപുരം ശശി തരൂർ, ആറ്റിങ്ങൽ അടൂർ പ്രകാശ് ഉറപ്പാണ്. 2 പേരും ജയിക്കും. ഉറപ്പാണ്. അതിൽ വേറെ ഒരു മാറ്റമില്ല, സംശയമില്ല. ഇല്ല, 2 പേരും ജയിക്കും, ഉറപ്പാണ്. ഇപ്പം നേരത്തെ സൂചിപ്പിക്കപ്പെട്ടു, തരൂര് കഴിഞ്ഞ 3 ടേമായിട്ട് തലസ്ഥാനത്തിൻ്റെ MP-യാണ്. അതിൽ താങ്കൾ തൃപ്തനാണോ? എന്നെ സംബന്ധിച്ച് വേറെ ഒരു കുഴപ്പമില്ല. ഇവിടെ ആർക്ക് കൊടുത്തില്ല എന്നുള്ളത് പറയാൻ പറ്റില്ലല്ലോ. എല്ലാവർക്കും മാക്സിമം വീടുകളിൽ കൊണ്ട് കൊടുക്കാൻ പറ്റില്ല. മാക്സിമം ചെയ്യാൻ പറ്റുന്നത് ചെയ്തിട്ടുണ്ട്. എല്ലാം ചെയ്തിട്ടുണ്ടെന്ന്. അതെ. തരൂർ എന്ന് പറയുന്ന ഒരാൾ വിശ്വപൗരൻ എന്നൊക്കെയാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. അതുപോലെ മൂവീസ് ചെയ്യാമല്ലോ. അതൊരു വിഷയമായിട്ട് കാണുന്നില്ല. അപ്പോൾ തരൂരിനെ ജയം വീണ്ടും ആഗ്രഹിക്കുന്നു. വീണ്ടും വരുന്നു. കേന്ദ്രത്തിൽ തരൂർ മന്ത്രിയാവോ? അധികാരത്തിൽ വരുമോ? കോൺഗ്രസ്സാണ് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ആഭ്യന്തരമന്ത്രിയാവാനും സാധ്യതയുള്ളൂ. ആഭ്യന്തരമന്ത്രിയാവും, അത്രയും വലിയ പവറുള്ള ആളാണ്. സാധ്യത കൽപ്പിക്കപ്പെടുന്നു. അപ്പോൾ അടൂർ പ്രകാശ് ജയിച്ചാലോ മന്ത്രി? അപ്പോൾ വീണ്ടും തലസ്ഥാനത്ത് 2 മന്ത്രി കോൺഗ്രസിന് വരും. ഇത് വെച്ച് കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന് പിടിച്ചെടുത്തൊരു മണ്ഡലമാണ് ആറ്റിങ്ങൽ. സമ്പത്തിനും 2 പ്രാവശ്യം ജയിച്ച ഒരു പാർട്ടി മുമ്പ്. പുള്ളിക്കാരൻ കോന്നിയിൽ നിന്ന് മത്സരിച്ച ഒരു പുള്ളിയാണ്. വീണ്ടും ഇവിടെ നിന്ന് മത്സരിച്ച് അങ്ങനെ എവിടെ നിന്നാണ് ജയിക്കുന്ന ഒരു പാർട്ടിയാണ്. വിജയം ഉറപ്പായിട്ടുള്ള ആളാണ്. പിന്നെ ജോയി എന്ന് പറഞ്ഞ MLA ആണ് ഇപ്പോഴും. ജോയി വർക്കലയിലെ MLA ആണ് ഇപ്പോഴും. പുള്ളിക്കാരൻ വീണ്ടും അതിന്റെ ജയിച്ചാൽ MP, തോറ്റൽ MLA വീണ്ടും ആണല്ലോ നിൽക്കേണ്ട. വേറെ ഒരുപാട് പേരുണ്ടല്ലോ. ആർക്കും ഒരു സീറ്റ് കൊടുക്കാതെ പുള്ളിക്കാരൻ തന്നെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. ഇല്ല. അപ്പോൾ കേന്ദ്രമന്ത്രി മത്സരിക്കുന്ന മണ്ഡലമാണ് ആറ്റിങ്ങൽ. മുരളീധരൻ. അദ്ദേഹത്തിന്റെ സാധ്യത എങ്ങനെ കാണുന്നു? സാധ്യത 3-ാം സ്ഥാനത്ത് പോകും, അത് ഉറപ്പാണ്. നമ്മുടെ അഭിപ്രായം അതാണ്. കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ കേരളം ഇപ്പോൾ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഒരു അവസ്ഥയിലാണ്. എല്ലാ മേഖലകളും പരാജയമാണ്. തെരഞ്ഞെടുപ്പ് കേന്ദ്രത്തിൽ ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പ് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിന്നുള്ള ഭൂരിപക്ഷം BJP കാൻഡിഡേറ്റും ഇവിടെ നിന്ന് ജയിച്ചു പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിൽ മാക്സിമം കുറേ പേരെങ്കിലും ജയിച്ചു പോകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടായാൽ കേരളത്തിന് ഒരു പുതുജീവൻ ഉണ്ടാകുമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പറയുന്നത് അതായത് എൻ്റെ അഭിപ്രായം അതാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ സമഗ്രമായിട്ടുള്ള വികസനം നടത്താൻ കേന്ദ്ര സർക്കാരിന് കഴിയും. ഇപ്പോഴും ധാരാളം പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ടുള്ള പിന്നെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്മാർട്ട് സിറ്റിയുടെ പ്രവർത്തനം കേരള സർക്കാരാണെങ്കിലും അതിൻ്റെ ഫണ്ട് പിന്നെ കേന്ദ്ര സർക്കാരിൽ നിന്നാണ്. കേന്ദ്ര സർക്കാരാണ് അത് എല്ലാ
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും അതിൻ്റെ ഫണ്ട് പിന്നെ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വികസനങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹൈവേകളായാലും എയർപോർട്ടുകളായാലും IIMകളായാലും IITകളായാലും മെഡിക്കൽ കോളേജുകളായാലും അങ്ങനെ സമഗ്രമായ വികസനം രാജ്യത്ത് ഉടനീളം 10 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഒരു അടുത്തൊരു 5 വർഷവും കൂടി നമ്മൾ വരികയാണെങ്കിൽ നമ്മൾ പല മേഖലകളിലും രാജ്യത്തിന് പിന്നെ രാജ്യത്തിനകത്തും പുറത്തും രാജ്യത്തിനൊരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. കാരണം ഇപ്പോൾ നമുക്ക് എടുത്തു പറയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ വളരെ പിന്നിലായ അവസ്ഥയിൽ നിന്നും പിന്നെ വളരെ നല്ല ഒരു ഉയർച്ചയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉയർച്ച എന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ട് നോക്കിയാൽ പോലും ഇപ്പോൾ നമ്മൾ ലോകത്തിപ്പോൾ ഒരു 5ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. അത് ഇനിയും അതിൻ്റെ മുകളിലേക്ക് ഒരു ലോകത്ത് 5ാം സ്ഥാനത്ത് നമ്മൾ എത്തുമ്പോഴും ഗ്യാസിന്റെ വില വർധനവ് അത് മറ്റ് വിലക്കയറ്റം കൊണ്ട് രൂക്ഷമായ ഒരു സാഹചര്യം വിലക്കയറ്റം സാധാരണക്കാരനെ ബാധിക്കുന്ന പ്രശ്നത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഈ വിലക്കയറ്റം എന്ന് പറയുന്നത് അത് ഏതെങ്കിലും ഒരു ഘടകമല്ല, അതിന് ആഗോള പ്രതിഭാസം. അത് ആഗോള പ്രതിഭാസമാണ്. മനസ്സിലായില്ല? അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ പണ്ടുള്ള ഒരു പിന്നെ ശമ്പള സ്കെയിലല്ല ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ നോക്കിയാൽ ഒരു ലേബറിന് പോലും പണ്ട് എത്ര കൊടുത്തിരുന്നു, ഇപ്പോൾ എത്ര കൊടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ തോതനുസരിച്ച് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടുന്നതനുസരിച്ച് ഈ സാധനത്തിന് ഈ എല്ലാ രാജ്യങ്ങളിലും അങ്ങനെ തന്നെയാണ് ആ പ്രതിഭാസം ഉണ്ടാകുന്നത്. അതൊരു ഇതായിട്ട് കാണുന്നില്ല. പക്ഷേ അതിനുള്ള അവസരങ്ങൾ കൊടുക്കുക. ഇവിടെ ഇപ്പോൾ എന്താണ്, തൊഴിലവസരങ്ങൾ കുറഞ്ഞുപോയി. കൃഷി, വ്യവസായം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ ഈ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കുറച്ച് ആൾക്കാർ വിദേശ രാജ്യങ്ങളിലുണ്ട്. അവരുടെ ഫോറിൻ കറൻസി കൊണ്ട് മാത്രമാണ് ഇപ്പോൾ പിടിച്ചു പോകുന്നത്. മനസ്സിലായല്ലേ? പിടിച്ചു പോകും. നമ്മുടെ ഈ സംസ്ഥാനം പിടിച്ചു പോകുന്നത്. മനസ്സിലായല്ലേ? അപ്പോൾ ഈ സംസ്ഥാനത്തിന് ഇനി എന്തെങ്കിലും ഒരു നേട്ടം ഇവിടുത്തെ ജനങ്ങൾക്ക് ഉണ്ടാവണമെങ്കിൽ കേന്ദ്ര ഭരണം ഇവിടെ ഉണ്ടാവണം. അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ സ്വാധീനമുള്ള ഒരു ഭരണം ഇവിടെ ഉണ്ടാവണം. അതുണ്ടായാൽ മാത്രമേ ഇനി നമുക്ക് ഇവിടെ ഉള്ളൂ. എനിക്ക് ഇപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ടൂറിസ്റ്റ് ഹബ്ബായിട്ട് മാറ്റാനായിട്ട് കേന്ദ്ര ഗവൺമെൻറ് അതിനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അത് മിക്കവാറും നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള നമ്മുടെ സംസ്ഥാനത്തുള്ള യുവാക്കൾക്കും യുവതികൾക്കൊക്കെ ഒരു പുതു അവസരം കിട്ടാൻ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ ജയിച്ചതായിട്ട് വേണമെങ്കിൽ പ്രഖ്യാപിക്കാം. ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ് കരുതുന്നത്. അദ്ദേഹം ജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരം മണ്ഡലത്തിന് ഈ ശോചനീയാവസ്ഥയിൽ നിന്നും കരകയറ്റാനുള്ള അല്ലെങ്കിൽ അതിനെ ഉയർത്താനുള്ള എല്ലാ ശ്രമങ്ങളും ചെയ്യാനുള്ള കഴിവും പ്രാപ്തിയുള്ള ഒരു നല്ലൊരു സ്ഥാനാർത്ഥി തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹം തീർച്ചയായും ജയിക്കുക തന്നെ ചെയ്യും എന്ന് പ്രതീക്ഷിക്കാം. താങ്കൾ ഒരു സന്തോഷവാനാണ് അക്കാര്യത്തിൽ സന്തോഷം, വലിയ സന്തോഷമാണ്. ഈ നിമിഷം 2 തരം പൗരന്മാരെ ഉണ്ടാക്കി. തെക്കേട്ട് ആശുപത്രി പ്രസവിക്കുന്ന, SUT പ്രസവിക്കുന്നു. വിദ്യാഭ്യാസം, ഇവൻ 6 വയസ്സ് 1ാം ക്ലാസ്, അവൻ 3 വയസ്സ് LKG. ആദ്യം നിങ്ങൾക്ക് നിർത്തലാക്കാൻ ഒക്കൂ. ഏവം ജയിച്ചു വന്നാലും എനിക്കൊന്നുമില്ല. പ്രധാനപ്പെട്ട ചോദ്യം കണ്ടവൻ്റെ എച്ചിലും വാങ്ങിച്ചു തന്നിട്ടല്ലേ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഒരുത്തൻ്റെ ഇത് വാങ്ങിച്ചാൽ അവൻ അച്ഛനാണെങ്കിൽ അവൻ അച്ഛാന്ന് വിളിക്കുന്നു. ഇത് വാങ്ങിച്ചു തന്നിട്ട് മറ്റവന് കുറുകെ വെച്ച് കൊടുക്കും. അങ്ങനെയുള്ള രാഷ്ട്രീയവും ഞാൻ പഠിച്ചിട്ടില്ല. 2 തരം പൗരന്മാരെ സൃഷ്ടിക്കുന്ന രീതിയാണ് ഇപ്പോൾ നടക്കുന്നത്. അതില്ലാതാക്കാൻ നോക്കൂ. ഇവിടെ 10-18 പേര് ഇവിടെ നിന്ന് പോയിട്ട് ഒരു 1/2 കിലോ അരി കൂടുതൽ തരാനല്ല വാങ്ങിച്ച് ശബരിമലയെ രക്ഷിക്കൂ. ശബരിമലയെ രക്ഷിക്കാൻ പറഞ്ഞാൽ കേന്ദ്രം എടുത്തോണ്ട് പോകും. വരുമാനം അവിടെ പാവപ്പെട്ടവർ ഗണപതി കോവിലിൽ എണ്ണ വാങ്ങിക്കാൻ പോലും കാണില്ല. അതാണിപ്പോൾ 18 പേര് ഇവിടെ നിന്ന് പോയിട്ട് ചെയ്തത്. അതുപോലെ അടുത്ത് ആര് വന്നാലും ഇതേ ചെയ്യും. 2 തരം പൗരന്മാരെ ഇവിടെ ഉണ്ടാക്കരുത്. ഒറ്റ ആശുപത്രി, ഒരു വിദ്യാഭ്യാസം, സ്കൂള്. ഈ തെക്കേട്ട് ആശുപത്രി പ്രസവിക്കണവന് ഒരു നല്ലൊരു സ്കൂളിൽ പഠിച്ചുകൂടെ? അപ്പം ഇന്ന് പ്രസവിച്ച് കഴിഞ്ഞാൽ 20 വർഷം കഴിയുമ്പം നാട് നന്നാവും. ഇന്നൊരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ 20 വർഷം കൊണ്ട് നാട് നന്നാവും. ആ ചിന്താഗതിയാണ് എനിക്കുള്ളത്. അതായത് ഇവിടെ യാവം വന്ന് ജയിച്ചാലും പന്നിത്തൊഴുത്തിൽ കിടന്ന് ആടാൻ പോവുകയാണ്. അവിടെ ചെന്ന് തിന്ന് കുടിച്ച് ശശി തരൂർ ജയിച്ചു പോയി. അവിടെ ചെന്നിട്ട് വെളിയിലെ ഹോട്ടലിലാണ് തങ്ങി. എംപിയുടെ റെസ്റ്റോറൻറ്റിലല്ല, താജ് ഹോട്ടലിൽ. അതേപോലെ ബിസിനസ്സുകാരൻ വന്നു കഴിഞ്ഞാൽ അവൻ്റെ വീട്ടിലാണ് അവൻ്റെ കാര്യം, അവൻ്റെ കുടുംബം, അവൻ്റെ ഭാര്യ, മക്കൾ.
ഇവിടെ 2 തരം പൗരന്മാരെ 3 തരം പൗരന്മാരെ ഉണ്ടാക്കുന്നത് ഇല്ലാതാക്കാൻ. പക്ഷേ ഈ 3 സ്ഥാനാർത്ഥികളിൽ താങ്കൾ പറഞ്ഞതുപോലെ വലിയ ബിസിനസ്സുകാരനുണ്ട്, വിശ്വപൗരനെന്ന് അപമാനിച്ച് നിൽക്കുന്ന വലിയ വിശ്വപൗരനെന്ന് എനിക്കറിയില്ല. എന്നാണ് എന്നെ പോലെ ജനിച്ചത് തന്നെ ഒരു അമ്മയ്ക്ക് ഉണ്ടാവണം. എന്നെ അയാൾ ജനിച്ചവൻ പണമൊന്നും കൊണ്ടുവന്നില്ല. അപ്പൊ മൂന്നാമത് നിൽക്കുന്നത് പന്നിയൻ രവീന്ദ്രനാണ്. ഇവിടെ 3 പേരുണ്ടെങ്കിൽ പണം ഉള്ളവൻ ജയിക്കും. പണം ആര് കൊടുക്കുന്നു അവൻ ജയിക്കും. അപ്പൊ ഈ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നത് പണമാണെന്നാണ് പറയുന്നത്. അല്ല, പണം ഇല്ലെങ്കിൽ ആരെന്ത് ചെയ്യും? ഇപ്പം നിങ്ങൾക്കായാലും നിങ്ങൾ ഇത് പിടിച്ചോണ്ട് വേണം. നിങ്ങൾക്ക് ജോലിയും ശമ്പളം എന്നതിൻ്റെ അല്ലേ നിങ്ങൾ നയിക്കണം, അല്ലേ തരുമോ? പണം ഉണ്ടെങ്കിൽ ജയിക്കാം. അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിൽ വല്ല കൂലിപ്പണി ബംഗാളികൾ വരുമ്പോൾ വന്നിട്ട് പോവാം. പണം ഉണ്ടെങ്കിൽ നമ്മൾ വെറുതെ വഴി നടക്കുന്ന ഒരുത്തിനെ പിടിച്ച് പാർലമെൻറ്റ് MP മന്ത്രിയാക്കുന്നത് നമ്മൾ, അത് ഞാൻ ചെയ്യില്ല. എന്നിട്ട് നമ്മൾ വഴിയെ പോണവനെ പിടിച്ച് MP ആക്കണത്. പണമുണ്ടോ താ, വോട്ട് ചെയ്യാം. ഒരു നേരത്തെ വിശപ്പെങ്കിലും അടക്കാം. ഇവിടെ അവിടെ ചെന്ന് വോട്ടും ചെയ്ത് നമ്മൾ നടന്ന് വെച്ചിട്ട് അവ അങ്ങ് പാർലമെന്റിൽ പോകും. അങ്ങനെ ഈ കാശ് വന്ന വോട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ജനാധിപത്യത്തെ നമ്മൾ കാണുന്നത് ജനാധിപത്യമല്ലേ, ഇത് പണാധിപത്യം. ഇവിടെ ജനാധിപത്യം ഇല്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ അതും കൂടെ ഇടണം. 100 പേരുണ്ട്, 3 സ്ഥാനാർത്ഥികൾ. ഒരു സ്ഥാനാർത്ഥിക്ക് 30 വോട്ട്, 70 വോട്ടോ 4-5 പാർട്ടികളിൽ പോവുകയാണ്. അപ്പോൾ ഭൂരിപക്ഷം ആർക്ക്? 30 വോട്ട്. അപ്പം ന്യൂനപക്ഷമല്ലേ അധികാരത്തിൽ വരണത്. 100 വോട്ടിൽ 30 വോട്ട് പിടിക്കുകയും ജയിക്കുന്നു. രാജ്യത്തിന്റെ ഇന്നത്തെ അവസ്ഥ അതാണ്. 67% പുറത്ത് 32% തീരുമാനിക്കുന്ന ഭരണമാണ് നിലവിലുള്ളത്. ജനാധിപത്യം അല്ല ഇത്, പണാധിപത്യം. 100 പേരുണ്ടെങ്കിൽ 70 പേര് 4 പാർട്ടി. അപ്പോൾ ഭൂരിപക്ഷം വെളിയിൽ, ന്യൂനപക്ഷം അധികാരത്തിൽ. അപ്പോൾ അവ എന്ത് ചെയ്യും? പലതും ചെയ്യും. ഇതാണ് ഈ സംവിധാനം മാറ്റാൻ ആര് ജയിച്ചു വന്നാലും ഒക്കും. വ്യവസ്ഥിതി തന്നെ മാറണം. അപ്പോൾ വ്യവസ്ഥ അത് യവന്മാർ ചെയ്യില്ല. ഈ നമ്മളെ ജയിപ്പിച്ച് വിടുന്നത് അവിടെ ചെന്ന് കൈവെക്കണത് വേറെ തത്വത്തിന് വേണ്ടിയാണ്. ഞാൻ ചോദിച്ചു, ഈ പാർലമെൻറ്റ് കെട്ടിടവും കോടിക്കണക്കിന് രൂപ മണ്ഡപങ്ങളും ഇതൊക്കെ കെട്ടിയിടേണ്ട കാര്യമുണ്ടോ? സാധാരണക്കാരന് ഉപയോഗിക്കുന്ന മറ്റു സംവിധാനങ്ങളിലോട്ട് പണമുണ്ടോ? അവനെ ഫ്ലൈറ്റിൽ പോകാൻ എല്ലാത്തിനും ഫ്രീ. ഇപ്പം പന്നിയനുണ്ടാണ് പണമില്ല, അതുകൊണ്ട് പാവപ്പെട്ട സ്ഥാനാർത്ഥിയാണ്. അവനും ജയിക്കോ നോക്കുന്നത് എനിക്ക് പറയാൻ ഒക്കും. അതുകൊണ്ട് പണാധിപത്യം, പണമുണ്ടോ നിൽക്കാം. പണാധിപത്യമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇലക്ട്രോ ബോണ്ടിനെ കുറിച്ച് ഇവിടെ ഇരുന്ന് ആരെങ്കിലും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. എൻ്റെ പാർട്ടി എനിക്ക് അത് അവരെ ബാക്ക്ഗ്രൗണ്ട് അവർ അന്വേഷിക്കുന്നില്ല. ഇലക്ട്രോ ബോണ്ട് എന്തെന്ന് പറഞ്ഞ് നിങ്ങൾ ഒന്നുകൂടെ തിരക്കി നോക്കി. ആരെങ്കിലും പറയും ഒളിച്ചു കളയും നിങ്ങൾ. രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം സ്വീകരിക്കാനുള്ള ഇലക്ട്രോ ബോണ്ടും ഇല്ല, ഒന്നുമില്ല. എന്താണെന്ന് ഇലക്ട്രോ ബോണ്ടെന്ന് ഇരിക്കുന്നവർക്ക് അറിഞ്ഞൂടാ. ചോദിച്ചു നോക്കി. അതുകൊണ്ട് പണമുണ്ടോ, പാർലമെന്റ് ഉണ്ടോ, പണമില്ലേ, ഒന്നുമില്ല. ഇതുവരെ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചില്ല. അപ്പോഴും ഞാൻ ഒരു തീരുമാനമുണ്ട്, അപ്പോൾ ചെയ്യും. എനിക്ക് വോട്ട് ചെയ്യണമെന്നുള്ളത് ഇവിടെ ജയിക്കുന്നത് പന്നിയൻ രവീന്ദ്രൻ ജയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. നേരത്തെ മറ്റു ചേട്ടൻ പറഞ്ഞത് പണാധിപത്യമാണ് നടക്കുന്നത്, പണമുള്ളവൻ ജയിക്കുന്നു. പന്നിയൻ രവീന്ദ്രൻ ഒരു കോർപ്പറേറ്റ് അല്ലല്ലോ, അദ്ദേഹം ഒരു ഈ 2 പേരെക്കാളും താഴ്ന്ന തട്ടിലാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മാത്രമേ ഈ കാര്യങ്ങൾ നടക്കുള്ളൂ. അതുകൊണ്ട് പണാധിപത്യമാണ് മുന്നിലുള്ളത്, അത് വെറുതെ അല്ല. പിന്നെ ഇവിടെ പന്നിയൻ രവീന്ദ്രൻ ജയിക്കുമെന്ന് എനിക്ക് പറയാൻ ഒക്കില്ല. തരൂർ ജയിക്കുമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. വീണ്ടും തരൂർ തന്നെ ജയിക്കുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം. അതെനിക്കത് അറിയാവൂ. ഇപ്പോഴത്തെ പരിസ്ഥിതി അനുസരിച്ച് പറഞ്ഞതാണ്. കൂടുതലൊന്നും പറയാനില്ല. പറഞ്ഞ് നമ്മൾ ഇല്ലാതാക്കേണ്ട കാര്യമില്ല. ഇവിടുത്തെ ഭരണ സംവിധാനം തന്നെ എല്ലാം തകർച്ചയിലാണ്, അധപ്പതനമാണ്. പറഞ്ഞ് മനസ്സിലായി. സാധു ജനങ്ങൾക്കൊന്നും ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു സമയം ഇതാ വരാൻ പോവുകയാണ്, വന്നു തുടങ്ങി. ഇനി അങ്ങോട്ട് അതാണ് അവസ്ഥ. അങ്ങനെയാണെന്നാണ് എൻ്റെ നിഗമനം. നേതാവില്ല, ഇന്ത്യ മുന്നണി സ്ഥായിയായ ഒരു നേതാവില്ല. ഒരാളും പറഞ്ഞാൽ കേൾക്കില്ല. അല്ല, രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യ മുന്നണി നയിക്കുന്നത്. രാഹുൽ ഗാന്ധി ഇപ്പോഴൊരു പ്രശ്നമല്ല. എന്താ അറിയാം, അയാൾ പറയുന്നത് ഇപ്പോൾ കൊടിയും വേണ്ട. ഞാൻ ചോദിക്കട്ടെ, ഇയാൾ കൊച്ചു പാർട്ടിയായാലും അവൻ്റെ കൊടിയെ ചുരുട്ടി മടക്കുക എന്ന് പറഞ്ഞാൽ നാളൊക്കെ എന്നിട്ട് നമ്മളെ നട്ടല്ലൊടിയും പോലെയാണ്. ഇത്രയും വലിയ മുസ്ലിം ലീഗ് കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തിലാണ് അവൻ്റെ കൊടി. അവൻ നാളെ ഇതേപോലെ പറയും, വേറൊരു പാർട്ടി വന്ന് നീ കൊടി മടക്കി വയ്യെന്ന് പറയും. നാളെ അവൻ മടക്കി വയ്ക്കണം. നാളെ ഇപ്പുറത്താണ് ചാടിയാലും CPM ഉടനെ പറയും നിൻ്റെ കൊടി വേണ്ട, നീ വാ. ഇവരെ മുമ്പേ മുട്ടുമുടക്കിയെങ്കിൽ പിന്നെ ഇവൻ മുട്ടുമുടക്കി. അവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം, വയനാട്ടിലെ രാഷ്ട്രീയ സാഹചര്യം, വയനാട് മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധി എന്നുള്ള ഇന്ത്യയിൽ മൊത്തം രാഷ്ട്രീയ നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് വരെ പറയാൻ പറ്റുന്നൊരു സ്ഥാനാർത്ഥിയാണ്. ഒരു പ്രാദേശിക പാർട്ടിയുടെ കൊടി രാജ്യത്തുടനീളം, അത് ആ പാർട്ടി കേരളത്തിലെ അല്ലെങ്കിൽ 1-2 ചെറു സംസ്ഥാനങ്ങളിൽ മാത്രമുള്ള പ്രാദേശിക പാർട്ടി,
അത് ഉത്തരേന്ത്യയിലൊക്കെ വിലയിരുത്തപ്പെടുന്നത് മറ്റൊരു തരത്തിലാകും എന്നുള്ളത് കൊണ്ടാണ് കോൺഗ്രസ്, ഞാനത് വായിച്ചറിഞ്ഞൊരു കാര്യമാണ്, കോൺഗ്രസ് തന്നെ പറഞ്ഞു അവിടെ വെച്ച് തുടങ്ങാം. ഉത്തരേന്ത്യയിൽ മലയാളികളായ കേരളത്തിലുള്ള അറിവ് പോലും ഇല്ലാത്ത സത്വങ്ങളാണ് കിടക്കുന്നത്. വെറും ദാരിദ്ര്യവാസികളും വിദ്യാഭ്യാസമല്ല. അവരടുത്ത് പറയാൻ വേണ്ടി ഇത് മറച്ചു വയ്ക്കുകയാണ്. അതാണ് സംഭവം. ഉത്തരേന്ത്യയിൽ ഇവിടെയുള്ളവർക്ക് പച്ചക്കൊടിയല്ല, ചുവപ്പ് കൊടി, നീലക്കൊടി വന്നാലും എന്താണെന്ന് നമുക്കറിയാം. അത് അറിഞ്ഞുകൂടാത്ത ആളുകളിൽ പ്രചരിപ്പിക്കാം. ഇവിടെ നടക്കില്ല. അല്ല, അതങ്ങനെ അത്തരത്തിലൊരു പ്രചരണം വരും എന്നുള്ളത് കൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വം അങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത്. നിലപാടില്ലപ്പാ, ഒരു നിലപാട് ഉറച്ച്. ഞാൻ ചോദിട്ടോ, മുസ്ലിങ്ങൾക്ക് നാളെ എടുത്തിട്ട് അടിക്കുമ്പോൾ ഞങ്ങളിവിടെ കാണുമെന്ന് പറയുന്നു. CPM പറയും ഞങ്ങളുണ്ടെന്ന് പറയും. ഇവ അവിടെ കാണും, ഇവ വിളിച്ചോളേം, കൊടിയില്ല. ഇവടെ കൊടിയെടുത്ത് മാറ്റി വയ്ക്കും. ഇവന് അതിനുള്ള ഉറപ്പില്ല. അല്ല, കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഉത്തരേന്ത്യയിൽ മൊത്തം രാഹുൽ ഗാന്ധി പാകിസ്ഥാനിൽ മത്സരിക്കുന്നു എന്ന് പറഞ്ഞൊരു പ്രചരണം അയച്ചുവിട്ടു. എന്താ നിങ്ങൾ വിദ്യാഭ്യാസം കൊടുത്തുകൂടെ? ആ ഒരു അവസ്ഥയിലോട്ട് കാര്യങ്ങൾ കോൺഗ്രസ് അങ്ങനെ ഒരു നിലപാടെടുത്തു. ഇത്രയും 70 വർഷക്കാലം അവർ ഇരുന്നിട്ട് ഉത്തരേന്ത്യയിൽ വിദ്യാഭ്യാസം കൊടുത്തൂടെ എന്നും കളിപ്പാവകളാണ്. ആ വിദ്യാഭ്യാസം കൊടുക്കാത്തതിൻ്റെ കൊണ്ടാണ് ഇന്ന് കൊടിമടക്കി വെക്കേണ്ടി വന്നത്. അപ്പോൾ വിദ്യാഭ്യാസം ഇല്ല. വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അവനറിയാം പച്ചക്കൊടി എന്തിനാണ്. അതിൽ അവിടുത്തെ കൊടി വ്യത്യാസമുണ്ട്, വെള്ളയും കൂടെ ചേർന്നാണ്. ഇവിടെ അങ്ങനെയല്ല. അപ്പോൾ അവന് വിദ്യാഭ്യാസമില്ല. അല്ല, അത്തരത്തിലൊരു തെറ്റിദ്ധാരണ രാജ്യത്ത് ഉടനീളം ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് അത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചത്. 2 തരം കുഞ്ഞുങ്ങളെ ഉണ്ടാക്കണമെങ്കിൽ അവിടെ 5 തരം കുഞ്ഞുങ്ങളാണ് വീട്ടിൽ പ്രസവിക്കുന്നതാണ്. ഇവിടെ അങ്ങനെ വീട്ടിൽ എല്ലാവരും ഓടി ആശുപത്രിയിൽ പോകും പ്രസവം. ഇവിടെ 2 തരം, 5 തരം സ്വഭാവം, നേതൃത്വം മാറ്റിയെടുക്കുന്ന ഒരു അഭിനയ സ്വഭാവമാണ് രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു നിലനിൽപ്പില്ല. അവർ ഓരോ കൊടികൾ ഉണ്ടാക്കി. ഇന്ത്യ മുന്നണി ജയിച്ചാൽ അയാളെ പ്രധാനമന്ത്രി ആവില്ല. അതാ നോക്കണ്ട. പൊതുവെ പറയപ്പെടുന്നത് അങ്ങനെയാണ്. അയാൾ തന്നെ പറഞ്ഞത് ഹിന്ദു രാഷ്ട്രമാണ്, ഹിന്ദുക്കളുടെ രാജ്യമാണെന്ന് അയാൾ തന്നെ പറഞ്ഞത്. പക്ഷേ അയാൾ ഒരു കത്തോലിക്കനാണ്. അതിൻ്റെ പേര് തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നൊക്കെ. അപ്പോൾ പിന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എങ്ങനെയാണ് പ്രാദേശിക പാർട്ടിയാവുക? ഇല്ല, അങ്ങനെയല്ല. കേരളത്തിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ 1-2 സ്റ്റേറ്റുകളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ചെറു പാർട്ടി എന്നുള്ള നിലയിൽ ഇപ്പോൾ CPM 3 MPമാരേ ഉള്ളൂ. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് 3 MPമാരെ പാർലമെൻറ്റിലുള്ളൂ. അപ്പോൾ ആ തരത്തിൽ CPM-നോടൊപ്പം നിൽക്കുന്ന ഒരു പാർട്ടി എന്നൊക്കെ വിലയിരുത്തപ്പെടാം. പക്ഷേ അത്തരത്തിലൊരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഉത്തരേന്ത്യയിൽ, നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഉത്തരേന്ത്യയിൽ പൊതുവെ വിദ്യാഭ്യാസം കുറഞ്ഞ വളരെ സാധുക്കളായ ജനങ്ങളുടെ ഇടയിൽ ഇത്തരത്തിലൊരു പ്രചരണം ഉണ്ടാകും. അവർ ഇന്ത്യയിൽ ഉടനീളവും മത്സരിക്കുന്നുണ്ട്. പക്ഷേ അവിടെയൊന്നും അവർക്ക് സ്ട്രെങ്ത് ഇല്ലാത്തതുകൊണ്ട് അവർ ജയിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ അവർക്ക് സ്ട്രെങ്ത് ഉണ്ട്. ഇവിടെ എന്താണ് കോൺഗ്രസിൻ്റെയും മറ്റ് മുന്നണി സംവിധാനത്തിൻ്റെയും ഒക്കെ ആനുകൂല്യം ഉള്ളതുകൊണ്ട് അവരിവിടുന്ന് പാർലമെൻറ്റിലേക്ക് സ്ഥിരമായിട്ട് ഇവിടുന്ന് MPമാർ ജയിച്ചു പോകുന്നുണ്ട്. അല്ലാതെ മറ്റ് സ്റ്റേറ്റുകളിൽ അവരെ പിന്തുണയ്ക്കാൻ അവിടെ ആളില്ല. അവിടെ ന്യൂനപക്ഷമാണ്. അതുകൊണ്ട് അവർ ജയിക്കുന്നില്ല. അതുകൊണ്ട് അവർ പ്രാദേശിക പാർട്ടിയാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് അഭിപ്രായമില്ല. അവരുടെ ഇതും അവർ ജനാധിപത്യ പാർട്ടിയാണെന്ന് പറഞ്ഞിട്ട് ഈ മുന്നണികൾ അവരെ മതേതര പാർട്ടിയായിട്ടാണ് കണക്കാക്കി അവരെ വെച്ചിട്ടുള്ളത്. അവർ അവരുടെ ഈ മതേതര പാർട്ടികൾക്ക് വർഗീയ പാർട്ടിയായിട്ട് ചിത്രീകരിക്കാൻ ഏക ഒരു പാർട്ടിയുള്ളത് BJP. മനസ്സിലായി? ആ പൊള്ളത്തരം ഇപ്പം മുഴുവൻ ജനങ്ങളും മനസ്സിലാക്കിയിരിക്കുന്നു. കാരണം ഈ BJPയുടെ നേതൃത്വത്തിൽ ഒരു മന്ത്രിസഭ ഉണ്ടായി അതിൻ്റെ പ്രവർത്തനങ്ങളുമായി പോകുമ്പോൾ അവിടെ ഒരു വിഭാഗീയതയില്ലാതെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും വേണ്ടുന്ന തരത്തിലുള്ള ആനുകൂല്യങ്ങൾ സമമായി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആരുടെയും അവകാശങ്ങൾ അവിടെ നിഷേധിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ജനങ്ങൾക്കത് ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയൊരു ഇതൊരു വർഗീയ പാർട്ടിയാണ്, ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളെ വെട്ടിക്കളയും, കുത്തിക്കളയും, ഇവിടെ നിന്ന് മാറ്റിക്കളയും, ഇവിടെ നിന്ന് നിങ്ങളെ നാട് കടത്തും എന്നൊക്കെ പറയുന്ന നുണ പ്രചരണങ്ങളൊന്നും ഇനി ഈ സമൂഹത്തിൽ വിലപ്പോവില്ല. രാജ്യം ആര് ഭരിച്ചാലും ജനങ്ങൾക്ക് ഉപകാരപ്രദമാകണം. ഇനി ഇലക്ഷനായി കാത്തിരിക്കാം ഫലപ്രഖ്യാപനത്തിനും. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.